UDF നിയന്ത്രണത്തിലുള്ള കോഴിക്കോട് വടകര കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നിക്ഷേപ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി പ്രീനയെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. 3 ദിവസത്തേക്കാണ് പ്രീനയെ ചോദ്യം ചെയ്യാൻ വടകര മജിസ്ട്രേറ്റ് കോടതി അനുവദിച്ചത്. ഇതോടെ കേസിൽ എല്ലാ പ്രതികളും പോലീസ് കസ്റ്റഡിയിലായെന്നാണ് അവർ അവകാശപ്പെടുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ മേഘ മാധവൻ കോഴിക്കോട് ചേരുന്നു. മേഘ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പ്രീന കൂടി കസ്റ്റഡിയിലായതോടെ എല്ലാ പ്രതികളും കസ്റ്റഡിയിലായി എന്നാണോ ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്? മനു, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഹൈക്കോടതി പ്രീനയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. അതിന് പിന്നാലെയാണ് പ്രീന സ്റ്റേഷനിലെത്തി കീഴടങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും 3 ദിവസത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലാണ് ഇപ്പോൾ മുഖ്യപ്രതിയും സൊസൈറ്റി സെക്രട്ടറിയുമായ പ്രീനയെ കോടതി വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസിൽ നേരത്തെ തന്നെ മുഖ്യപ്രതികൾ ഒരാളായ റിനീഷ് അറസ്റ്റിലായിരുന്നു. അതിനു പിന്നാലെ DC സെക്രട്ടറി സുധീർ കുമാറും അറസ്റ്റിലായ സാഹചര്യമുണ്ട്. 2 പേരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം എന്നൊരു ആവശ്യം ക്രൈംബ്രാഞ്ചിനുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പ്രധാന പ്രതിയായ പ്രീന കൂടി ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അപ്പോൾ 3 പേരെയും ഒരുമിച്ചിരുത്തി ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുക എന്ന നിർണായക ഘട്ടത്തിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. അതായത് ഏകദേശം 2 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്ന കണ്ടെത്തൽ സഹകരണ രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പക്ഷേ അതുമാത്രമല്ല, കൂടുതൽ ആളുകൾക്ക് പണം നഷ്ടമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് വിലയിരുത്തൽ. അതുകൊണ്ട് ഈ കേസിൽ ഏറ്റവും നിർണായകമാണ് എന്ന് ക്രൈംബ്രാഞ്ച് കരുതുന്നതും ഈ 3 ആളുകളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്ന് തന്നെയാണ്. 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് നിലവിൽ DC സെക്രട്ടറി സുധീർ കുമാർ ഉള്ളത്. 3 ദിവസത്തെ കസ്റ്റഡിയിൽ മറ്റൊരു മുഖ്യപ്രതിയായ റിനീഷുമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം. അതിനു പിന്നാലെ ഇബ്രാഹിം ഹാജിയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെയാണ് ഈ കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നടത്തിയ തട്ടിപ്പുകൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നത്. ഇന്നലെ ഉൾപ്പെടെ പരാതികളുടെ പ്രവാഹമാണ്. വടകര സ്വദേശിയായ മൊയ്തു ഇന്നലെ പരാതിയുമായി രംഗത്തെത്തി. അതായത് നിക്ഷേപ തുക അത് ഭദ്രമായിരിക്കും എന്ന ഉറപ്പ് നൽകി അതിനൊപ്പം ഉയർന്ന പലിശ ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് തൻ്റെ ജീവിതകാലത്തെ അധ്വാനമായ 113 പവൻ സ്വർണം ഈ സൊസൈറ്റിയെ വിശ്വസിച്ച് നിക്ഷേപിച്ചത് എന്നതാണ് മൊയ്തുവിൻ്റെ പരാതി. അങ്ങനെ നിരന്തരം ഓരോ ദിവസങ്ങളിലായി ഓരോ ആളുകൾ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. 2.1 കോടിയിലൊന്നും ഒതുങ്ങുന്നതല്ല ഈ തട്ടിപ്പ് എന്നത് തന്നെയാണ് ക്രൈംബ്രാഞ്ച് വിലയിരുത്തൽ. പക്ഷെ നിർണായകം എന്നത് ഈ തട്ടിപ്പ് ഈ 3 പേരിൽ, അതായത് ഈ DC സെക്രട്ടറി സുധീർ കുമാർ, ഒരു റിനീഷ്, പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രീന, ഈ 3 പേരിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഈ പ്രതികൾ? ഇവർക്കുള്ള ഉന്നത ബന്ധങ്ങളിലേക്ക് ഈ അന്വേഷണം പോകുന്നില്ലേ? ഈ നിക്ഷേപകർ പലരും ഈ സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചത് ഈ ഉന്നത ബന്ധങ്ങളുടെ പേരുകളിലായിരുന്നല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ആ ബന്ധങ്ങളിലേക്കൊന്നും അന്വേഷണം പോകുന്നില്ല? മനു, ഈ ഇബ്രാഹിം ഹാജിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രതി DCC സെക്രട്ടറി പോലും പിടിയിലാകുന്നത്. അവരിലേക്ക് പോലും അന്വേഷണം പോകുമോ എന്ന തരത്തിലുള്ള ആശങ്ക പലതരത്തിൽ നിക്ഷേപകർക്കുണ്ടായിരുന്നു. കാരണം ഭരണസ്വാധീനം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കുമോ എന്നൊരു ഭയം കൂടുതൽ, അതായത് നിക്ഷേപകർക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു അനിശ്ചിതകാല സമരമൊക്കെ തന്നെയും തുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. 3 പ്രതികൾ, അതായത് സുധീർ കുമാറിൻ്റെ അറസ്റ്റ് എന്നത് അദ്ദേഹം കോഴിക്കോട് നഗരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് 1 മാസങ്ങൾക്ക് ശേഷം പിടികൂടുന്നത്. അതിന് പിന്നാലെയാണ് റിനീഷിനെയും പിടികൂടുന്നത്. ഏതായാലും പരാതി പ്രവാഹം വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ ക്രൈംബ്രാഞ്ച് അറസ്റ്റിലേക്ക് ഉൾപ്പെടെ നീങ്ങിയത്. പക്ഷേ മനു ചോദിച്ച ചോദ്യവും നിർണായകമാണ്. ഒരു പക്ഷേ ഈ അറസ്റ്റിലായ 3 ആളുകൾക്ക് മേൽ മാത്രം നിർത്തി മുൻപോട്ട് കൊണ്ടുപോയേക്കാം എന്നൊരാശങ്ക പലതരത്തിലായി ഉയരുന്നുണ്ട്. ഇവർക്ക് മാത്രമാണോ ഈ പങ്ക്? ഈ നിക്ഷേപിച്ച തുക, അതായത് ഏകദേശം 2 കോടിയുടെ തട്ടിപ്പ് നടന്നു എന്ന് പ്രാഥമികമായി കണ്ടെത്തി. 2 കോടി മാത്രമല്ല, കൂടുതൽ പണം ഈ തട്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ചും മനസ്സിലാക്കുന്നത്. ആ പണം എങ്ങോട്ട് പോയി എന്നതിൽ ഉൾപ്പെടെ നിർണായകമായി ഈ ചോദ്യം ചെയ്യൽ മാറും എന്നത് തീർച്ചയാണ്. പക്ഷേ ഈ ആളുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാകുമോ ഈ അന്വേഷണ സംഘത്തിൻ്റെ നിലവിലെ അന്വേഷണം എന്ന പരാതി അല്ലെങ്കിൽ ആശങ്ക പല കോണുകളിൽ നിന്നായി ഉയരുന്നു. അത് വരും സമയങ്ങളിലാണ് നോക്കിക്കാണേണ്ടത്. നമുക്കറിയാം, ലീഗ് നേതാക്കൾ ഉൾപ്പെടെ മെമ്പർഷിപ്പ് ക്യാമ്പയിന് പങ്കെടുത്തുകൊണ്ടാണ് ഈ കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ഒരു പരസ്യം തന്നെ മുൻപോട്ട് വന്നത്. അതിൽ ഉൾപ്പെടെ ഈ നേതാക്കളെ ഉൾപ്പെടെ
ഉൾപ്പെടെ വിശ്വസിച്ചുകൊണ്ടാണ് പല ആളുകളും ഈ സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചത്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ സൊസൈറ്റിയുമായുള്ള ബന്ധം എന്താണ്, എങ്ങനെയാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിന് കോഴിക്കോട് ജില്ലയിലെ അല്ലെങ്കിൽ ലീഗിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് അതിന് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കിയത്, ആ ആളുകൾക്ക് അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട ലീഗിൻ്റെ നേതാക്കൾക്ക് ഈ സൊസൈറ്റിയുമായുള്ള ബന്ധം എന്താണ്, ഈ പണം എങ്ങോട്ട് പോയി എന്നതിൽ വലിയ അവ്യക്തത ഉണ്ട്. പക്ഷേ നിലവിലെ ഭരണ സാഹചര്യത്തിൽ അത് അത്തരത്തിലുള്ള ആളുകളിലേക്ക് എത്തുമോ എന്നൊരു ആശങ്ക വലിയ തരത്തിൽ നിക്ഷേപകർക്കുണ്ട്. ഏതായാലും ഇന്നലെ ഉൾപ്പെടെ ഓരോ പരാതികളായി ഈ കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കെതിരെ മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ഈ 3 പ്രതികളിൽ ഒതുങ്ങുമോ അതോ അതിനപ്പുറത്തേക്ക് അന്വേഷണം പോകുമോ എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ 3 പ്രതികളിൽ അന്വേഷണം ഒതുക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന് നീക്കം. അതിനപ്പുറത്തേക്ക് പോകാനുള്ള ലൈസൻസ് ഒന്നും ഈ അന്വേഷണ സംഘത്തിനില്ല. അതിനപ്പുറത്തേക്ക് പോയാൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ പ്രധാനപ്പെട്ട പേരുകൾ വീണ്ടും ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരും. അത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാകും UDF എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ അവസാനിക്കാനാണ് സാധ്യത.